ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ട്രാക്ടർ ടിപ്സിൽ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ബൗണ്ടറി ട്രെയിനിങ്. അതായത് പപ്പീസിന് വളർത്തുന്ന എല്ലാവരും ബേസിക്കായിട്ട് പഠിപ്പിക്കേണ്ടതും എല്ലാവരും ട്രെയിൻ ചെയ്തതുമായിട്ടുള്ള ഒരു കാര്യമാണ് ബൗണ്ടറി ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബൗണ്ടറി ട്രെയിനിങ് എന്ന് പറയുന്നത് നമുക്ക് അവനെ നമ്മുടെ വീടിൻ്റെ 4 അതിരുകൾ മനസ്സിലാക്കി കൊടുക്കുക. മാത്രമല്ല, നമ്മളിങ്ങനെ ഗേറ്റ് പുറത്ത് തുറന്നിട്ടാൽ പോലും നമ്മൾ പുറത്ത് പോകണമെങ്കിൽ അവൻ വരാതിരിക്കണം. പുറത്ത് വരാതെ ഗേറ്റ് ഇല്ലെങ്കിലും അവൻ പുറത്ത് വരാതിരിക്കണം. അതെങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അതിനൊരു 3 വീഡിയോസ്, മാക്സിമം ഒരു 3 വീഡിയോസിലൂടെയാണ് ഞാനത് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്, ഞാൻ ഗേറ്റ് കുറച്ച് തുറന്നതിന് ശേഷം പുറത്ത് പോയിട്ട് ഇപ്പോൾ ഗേറ്റ് ഇല്ലാത്തവരാണെങ്കിലും നമ്മൾ ആ ഗേറ്റ്, അതായത് നമ്മുടെ വീട്ടിൻ്റെ വരുന്ന വഴിയുണ്ടല്ലോ, അതിൻ്റെ കുറച്ച് അടുത്ത് വരെ അവനെ കൊണ്ടുപോയിട്ട് അവിടെ നിർത്തി സ്റ്റേനോ അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ ഇരിക്കും. നമ്മൾ പുറത്ത് വരിക, നമ്മുടെ വീടിൻ്റെ പുറത്ത് ഗേറ്റ് തുറന്ന് ഇങ്ങനെ പുറത്ത് വന്നതിന് ശേഷം അവൻ വരാൻ നോക്കുമ്പോൾ നോ എന്ന് പറഞ്ഞിട്ട് ഗോ ബാക്ക് എന്ന് പറഞ്ഞ് ബാക്കിൽ ഇരുത്തിയ ശേഷം അവന് വേണ്ട ട്രീറ്റ് കൊടുക്കുക. ഇതെങ്ങനെയാണെന്ന് നോക്കി നമ്മൾ പുറത്ത് വന്നിട്ട് അവൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രം നമ്മൾ പോയി ട്രീറ്റ് കൊടുക്കുക. ഇത് ഫസ്റ്റ്. ഇത് നമ്മൾ കുറച്ചൊരു 2 to 3 ടൈംസ് ചെയ്യുമ്പോൾ അവന് മനസ്സിലാവും നമ്മൾ പുറത്ത് പോകുമ്പോൾ പോകാൻ പാടില്ല, നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്യുന്നവന് മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അവൻ്റെ ടോയ്സ് ആവാം, അവന് ഇഷ്ടമുള്ള ഫുഡ് ആവാം, അല്ലെങ്കിൽ അവൻ്റെ ഫുഡ് കൊടുക്കുന്ന പാത്രം ആവാം, എന്ത് വേണമെങ്കിലും ആവാം, നമ്മൾ അതെടുത്തിട്ട് പുറത്ത് പോകാം. അപ്പോൾ അത് നമ്മുടെ തട്ടിപ്പറിക്കാനോ അത് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിന്നാലെ വരുമ്പോൾ, നമ്മൾ ഗേറ്റിൻ്റെ പുറത്ത് പോകുമ്പോഴോ അതുപോലെ വരുമ്പോൾ നമ്മൾ നോ എന്ന് പറഞ്ഞിട്ട് അവന് ഗേറ്റിന് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഗോ ബാക്ക് എന്ന് പറഞ്ഞ് ഇരുത്തിയ ശേഷം വീണ്ടും നമ്മൾ ഈ ട്രീറ്റ് കൊണ്ടുപോയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അവൻ എന്തിനു വേണ്ടിയാണോ പുറത്ത് വരാൻ വേണ്ടി നോക്കിയിട്ട് ആ സാധനം എടുത്ത് ഉള്ളിലിട്ട് കൊടുക്കുക. അപ്പോൾ അവന് വെളിയിൽ പോകണം എന്നുള്ളൊരു ടെൻഡൻസി പോകും. ഇപ്പം നമ്മൾ ആരെങ്കിലും പുറത്ത് പോകുകയാണെങ്കിൽ പോലും അവന് വേണ്ടത് എന്താണോ അത് ഉള്ളിൽ കിട്ടും. നമ്മൾ പുറത്ത് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളത് അവൻ്റെ മൈൻഡിലൊന്ന് സെറ്റാക്കി വെച്ചാൽ ബൗണ്ടറി ട്രെയിനിങ് സക്സസ് ആവും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ബൗണ്ടറി ട്രെയിനിങ്ങിൻ്റെ, അതായത് ഇവൻ ഫ്രണ്ട് ഗേറ്റ് അധികം കടക്കാൻ ചാൻസ് ഇല്ലായിരുന്നു. കാരണം ഫ്രണ്ട് ഗേറ്റ് ഇതുവരെ തുറന്നിട്ടിട്ടൊന്നും പുറത്തൊന്നും പോകുന്നത് കണ്ടിട്ടില്ല. പക്ഷെ 1-2 വട്ടം ഞാൻ ഈ ബാക്ക് ഗേറ്റ് തുറന്നിടുന്ന സമയത്ത് പുറത്തേക്ക് പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവന് എന്തായാലും ബൗണ്ടറി ട്രെയിനിങ് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ, അപ്പോൾ അവനെ ഈ ഗേറ്റ് കടക്കാതിരിക്കുന്ന രീതിയിൽ ഞാൻ ട്രെയിൻ ചെയ്ത് വെച്ചത്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മളെ ട്രെയിൻ ചെയ്താൽ മതി. ഭയങ്കര ഈസി ആയിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നതാണ്. മെയിനായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ട്രെയിനിങ് കൂടിയാണ് ബൗണ്ടറി ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ഗേറ്റ് കുറച്ച് തുറന്നിട്ടുണ്ട്. നോ, ഗുഡ് ബോയ്. അപ്പം ഇങ്ങനെ വരാതെ അവൻ നിൽക്കുന്ന സമയത്ത് നമ്മളവനെ നന്നായി അപ്രീഷിയേറ്റ് ചെയ്യാം. ഗുഡ് ബോയ്. നോ, നോ, ഗുഡ് ബോയ്. ഗുഡ് ബോയ്. അപ്പോൾ ഇവർക്ക് ഇവന് മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ എൻ്റെ പിന്നാലെ വന്നാൽ ഒന്നും കിട്ടില്ല, ഉള്ളിൽ നിന്നാൽ മാത്രമേ അവന് ട്രീറ്റ് കിട്ടുള്ളൂ എന്നുള്ളൊരു ചെറിയ ഐഡിയ അവനിപ്പോൾ വന്നിട്ടുണ്ട്. ഇത് നമ്മളതിനെ ബിൽഡപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുക, എത്രമാത്രം ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ഞാൻ ഗേറ്റ് കുറച്ച് തുറന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം കുറച്ച് തുറന്ന് വെച്ചിട്ട് നമ്മളിത് ചെയ്തതിന് ശേഷമാണ് ഗേറ്റ് ഫുള്ളായി തുറന്നിട്ടുള്ളത് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അടുത്ത് അതൊന്ന് നോക്കാം. അപ്പം നമ്മൾ ഇവൻ പുറത്തധികം വരുന്ന കാണില്ല. പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഗേറ്റ് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഗേറ്റ് പെട്ടെന്ന് പുറത്തേക്ക് ചാടാനുള്ള ടെൻഡൻസി കൂടുതലുള്ള പപ്പീസ് ആവുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ഗേറ്റ് തുറക്കും. ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഫുള്ളായിട്ട് ഗേറ്റ് തുറക്കുമ്പോൾ പുറത്ത് വരാനുള്ള ടെൻഡൻസി കാണിക്കുകയാണ് വെച്ചാൽ, നമ്മളവനെ നോ എന്ന് പറഞ്ഞിട്ട് തുടക്കത്തിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക. കുറച്ച് കട്ടിയോട് നോ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കാരണം ഇത്തിരി ദേഷ്യത്തോടെ ശകാരിച്ചുകൊണ്ടൊരു നോ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം ഇത് ബേസിക്കായിട്ട് അവന് അറിയേണ്ട ഒരു കാര്യമാണ്. അവൻ ചെയ്യുന്നത് ഒരു തെറ്റാണെന്നുള്ളൊരു തോന്നലാണ് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തിരി കടുപ്പിച്ചൊരു നോ എന്ന് പറഞ്ഞാലും കാര്യമൊന്നുമില്ല. എന്നിട്ടും കേൾക്കാതെ അവൻ വരികയാണെന്ന് വെച്ചാൽ, നമ്മൾ ആ നോ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഗോ ബാക്ക് എന്ന് പറഞ്ഞ് പിന്നാലെ ഇരുത്തിയോ അല്ലെങ്കിൽ പിന്നാലെ നിർത്തിയതിന് ശേഷം അവൻ അവിടെ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക്, അതായത് വെളിയിൽ വന്നവൻ ഉള്ളിൽ കയറി കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ മാത്രം ട്രീറ്റ് കൊടുക്കുക. ഇത് നമ്മൾ ചെയ്യുക. ഇത് നമ്മളൊരു 2 to 3 ടൈംസ് ചെയ്യാം. ഇത് ചെയ്ത് കഴിയുമ്പോൾ അവന് മനസ്സിലാവും വെളിയിൽ പോയാൽ അത് ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ്, ഉള്ളിൽ നിൽക്കണം, ഇത് വിട്ട് പുറത്തു പോകാൻ പാടില്ല എന്ന് അവനൊരു ഐഡിയ വരും. അപ്പോൾ അതാണ് നമ്മൾ അവൻ്റെ മൈൻഡിൽ ആദ്യം ബിൽഡപ്പ് ചെയ്യേണ്ടത്. ഇതാണ് ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇതൊന്ന് ചെയ്യാൻ ഞാൻ ആ ഗേറ്റ് കുറച്ച് തുറന്ന് വെച്ചിട്ടുള്ള കാര്യം എന്താ പെട്ടെന്ന് 2 വീഡിയോയിൽ സ്റ്റോപ്പ് ചെയ്തെന്ന് ചോദിച്ചാൽ, ഞാൻ ഗേറ്റ് തുറന്നു കഴിയുമ്പോൾ കുറച്ച് തുറക്കുമ്പോൾ അവൻ പുറത്ത് വരാനുള്ള ടെൻഡൻസി കാണിക്കില്ല. അപ്പോൾ ഞാനത് എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഗേറ്റ് ഫുള്ളായി തുറന്നിട്ടൊന്ന് നോക്കാം. അപ്പോൾ എന്നിട്ട് അവൻ പുറത്ത് വരുന്നത് നോക്കാം. ഇത് ഫസ്റ്റ് ട്രെയിൻ ചെയ്യുന്നവരാണെങ്കിൽ ദയവത്ത് ഗേറ്റ് കുറച്ച് തുറന്ന് വയ്ക്കുക. അല്ലെങ്കിൽ ഗേറ്റ് ഇല്ലാത്തവരാകുമ്പോൾ നമ്മൾ ആ നോ കമാൻഡ് പക്കയായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവനെല്ലാം കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നോ,
ഓക്കെ ഓക്കെ നോ ട്രീറ്റ് കാണിച്ചിട്ട് വേണം അവരിന് വിളിക്കാൻ. ദയവ് ചെയ്ത് ശകാരിച്ചിട്ടോ തല്ലിയിട്ടോ ഒന്നും കാര്യമില്ല. സ്റ്റേ സിറ്റ് നോ. ഗുഡ് ബോയ് ഓക്കെ, ഗുഡ് ബോയ് ഗുഡ് ബോയ്. അതിങ്ങനെ പുറത്തവൻ വരികയാണിച്ചാൽ ഗോ ബാക്ക് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി പറഞ്ഞല്ലോ. പുറത്ത് വരുന്നില്ല. അപ്പോൾ പുറത്ത് വരികയാണിച്ചാൽ ഇങ്ങനെ നോ എന്ന് കടുപ്പിച്ച് പറഞ്ഞിട്ട് ഇരുത്തിയതിന് ശേഷം ട്രീറ്റ് കൊടുക്കും. വരികയാണിച്ചാൽ നോ ബാക്ക് ഗോ ദർ. ഗുഡ് ബോയ്. സിറ്റ് സിറ്റ് സ്റ്റേ നോ. Good boy. ഓക്കെ ഗുഡ് ബോയ്. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രീറ്റ് ഇപ്പോൾ കയ്യിലുണ്ട്. ഞാനിപ്പോൾ അവൻ്റെ ഫുഡിൻ്റെ പ്ലേറ്റ് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ട്രീറ്റ് പുറത്ത് വെച്ചിട്ട് അവൻ വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകണം. ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഗേറ്റ് കുറച്ച് തുറന്നിട്ടോ അല്ലെങ്കിൽ ഗേറ്റ് ഫുള്ളായി തുറന്നിട്ടോ അവൻ പുറത്ത് വരുന്ന ടെൻഡൻസി കാണിച്ചില്ലെങ്കിൽ മാത്രം, അത് അങ്ങനെ കാണിക്കാത്തവർക്ക് നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ സ്റ്റേജിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്നൊന്നും കാണിച്ചു തരാം. പിന്നെ നോ 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 Good boy. Okay, good boy. No. Good boy. നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ ബൗണ്ടറി ട്രെയിനിങ്ങിൽ നമ്മൾ ഗേറ്റ് ഇല്ലാത്തവർ ട്രെയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നോ കമാൻഡ് പക്കയാക്കി പഠിപ്പിക്കുക. നോ കമാൻഡിൻ്റെ വീഡിയോസ് ഞാൻ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പക്കയാക്കി പഠിപ്പിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നോ കമാൻഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഗേറ്റ് കുറച്ച് തുറന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫുള്ളായി തുറന്ന് വെച്ചിട്ടോ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു ടൈം കിട്ടും. കാരണം കുറച്ച് തുറന്ന് വെക്കുകയാണെന്ന് വെച്ചാൽ അവൻ വെളിയിൽ വരുമ്പോൾ നമുക്ക് നോ എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ അവിടെ മറിഞ്ഞ് നിന്നിട്ട് നിർത്താൻ പറ്റും. പക്ഷേ ഗേറ്റ് ഇല്ലാത്ത അവിടെ ആകുമ്പോൾ അതൊന്നും സാധ്യമില്ല. അപ്പം നോ കമാൻഡ് പക്കയാക്കി കഴിഞ്ഞാൽ ആ ഫുള്ളായി ഞാൻ ഗേറ്റ് തുറന്നതിന് ശേഷം അവനത്തിൽ വരാനുള്ള ടെൻഡൻസി കാണിച്ചപ്പോൾ നോ എന്ന് പറഞ്ഞിരുത്തിയല്ലോ, അത് പക്കയാക്കി നോ കമാൻഡ് പക്കയാക്കി ചെയ്ത് കഴിഞ്ഞാൽ ബൗണ്ടറി ട്രെയിനിങ് ഈസിയായി ചെയ്യാൻ പറ്റും. ഒരുപാട് കമാൻഡ്സ് പറഞ്ഞാൽ അവരിനെ ഒരുപാട് ഡിസ്ട്രാക്ട് ചെയ്യിപ്പിക്കാതിരിക്കുക. നോ കമാൻഡും ഗോ ദയറോ അല്ലെങ്കിൽ ഗോ ബാക്കോ ഇങ്ങനെയുള്ള ചെറിയ കമാൻഡ്സുകൾ മാത്രം ഉപയോഗിച്ചിട്ട് ബൗണ്ടറി ട്രെയിനിങ് പക്കയാക്കുക. ഈ രണ്ട് സ്റ്റേജ് ഞാൻ കാണിച്ച രണ്ട് സ്റ്റേജ് സെറ്റാക്കി ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ അടുത്തൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. അത് കുറച്ചുകൂടെ എന്താണെന്ന് പറയുക, നമ്മളിപ്പോൾ അവന് ഉള്ളിലേക്ക് കളിച്ചിട്ടോ അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള ഫുഡ് നമ്മളിങ്ങനെ ഉള്ളിലൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ അവൻ അവിടെ തന്നെ നിൽക്കണം, നമ്മുടെ ഒപ്പം വരാൻ പാടില്ല. ഇതാണ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാൻ നമുക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പക്കയാക്കി എല്ലാവരും ട്രെയിൻ ചെയ്യുക. അടുത്ത വീഡിയോയിൽ അടുത്ത പുതിയ കമാൻഡ് ആയിട്ട് കാണാം. അതുവരെ